എന്ന ദിവസം ഏത് എന്ന് ചോദിച്ചാൽ ഇന്നത്തെ ദിവസമാണ്. കാരണം എന്താ? നിങ്ങളുടെ സ്വന്തം മകൻ അള്ളാഹുവിൻ്റെ ദീനും അതോടൊപ്പം ലോകത്തിലെ ഏത് കോഴ്സും ചെയ്യാൻ പറ്റിയ രീതിയിൽ പഠിക്കാൻ തീരുമാനിച്ചു. ഈ പരീക്ഷ എഴുതാനുള്ള മനസ്സോടുകൂടി ഇങ്ങോട്ട് വന്നു എന്നുള്ളത് ഒരു ചെറിയ കാര്യമല്ല. നമ്മളെ കുട്ടിയെ നാട്ടിലെ 8ാം ക്ലാസ്സിലും നാട്ടിലെ +1 പറഞ്ഞയച്ചു നോക്കുക. ആ കുട്ടി എത്ര വളർന്നാലും അള്ളാഹുവിൻ്റെ ദീനിനെ കുറിച്ച് ഒരു ബോധം ഉണ്ടാവില്ല. നിസ്കരിക്കാൻ അറിയാം, എല്ലാ മസലി അറിയില്ല. നോമ്പ് വെൽക്കാൻ അറിയാം, നോമ്പ് മുറിയുന്ന എല്ലാ കാര്യങ്ങളും അറിയില്ല. ഒരു മനുഷ്യൻ്റെ മുഖത്ത് നോക്കി 4 അക്ഷരം ദീൻ പറയണം എന്ന് പറഞ്ഞാൽ അറിയില്ല. ഇങ്ങനെ ഒരു വിശാലമായ ദീനി സാമ്രാജ്യം, ഉലൂമിൻ്റെ സാമ്രാജ്യം ആ കുട്ടിക്ക് അതോടുകൂടി തടയപ്പെടുകയാണ്. ആ കുട്ടി പിന്നീട് ഏതെങ്കിലും ഭൗതിക വിദ്യാഭ്യാസമൊക്കെ എടുത്ത് എത്ര നിലവാരത്തിലെത്തിയാലും ജീവിതത്തിൻ്റെ ഏതെങ്കിലും ഒരു സമയത്ത് ആ കുട്ടി വിചാരിക്കുകയാണ്, എനിക്ക് കുറച്ച് ദീൻ പഠിക്കാമായിരുന്നു എന്ന് വിചാരിച്ചാൽ അത് നടക്കൂല എന്നുള്ളത് നമുക്കറിയാം. എങ്കിൽ ഒരു ദർസിൽ പറഞ്ഞയച്ചു, എന്നിട്ട് കിതാബുകളൊക്കെ ഓതി വളരെ നല്ല പണ്ഡിതനായി. അപ്പോഴാണ് ആ കുട്ടിക്ക് തോന്നിയത്, എനിക്ക് ഈ ലോകത്തെക്കുറിച്ചുള്ള വിവരമൊന്നുമില്ലല്ലോ, ഇവിടെ എത്ര ഭാഷകളുണ്ട്, എത്ര ഭൗതിക വിദ്യാഭ്യാസമുണ്ട്, എനിക്ക് അതൊന്നും പഠിക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്നൊരു കുട്ടിക്ക് തോന്നിയാൽ അപ്പോഴും അവൻ്റെ മനസ്സിൽ സങ്കടം വരും. പക്ഷെ ലോകത്ത് ഒരു മനുഷ്യന് പഠിക്കാൻ പറ്റുന്ന 2 വിദ്യാഭ്യാസവും ഇതായ ലോകത്തുള്ളല്ലോ 2 വിദ്യാഭ്യാസം, ഇതിനപ്പുറം ഒരു വിദ്യാഭ്യാസമല്ല. ഈ 2 വിദ്യാഭ്യാസവും പഠിച്ച് ഈ സമൂഹത്തിൻ്റെ മുമ്പിൽ നെഞ്ച് വിരിച്ച് നിൽക്കാൻ എൻ്റെ മകൻ സന്നദ്ധനായിരിക്കുന്നു എന്നുള്ളതിനേക്കാളും മനോഹരമായ ദിവസം നമ്മുടെ ജീവിതത്തിൽ മറ്റെന്താണുള്ളത് എന്നുള്ളതാണ്. ഞാൻ നിങ്ങളോട് വിശദമായി സംസാരിക്കേണ്ട ആവശ്യമില്ല. ഇപ്പോഴത്തെ കാലത്ത് ഒരു ജാമിയത്തുൽ ഹിന്ദിൻ്റെ ഹാദി, അല്ലെങ്കിൽ മഅദിൻ്റെ അദനി, അല്ലെങ്കിൽ മർക്കസിലെ സഖാഫി, ഇത്തരം ഡിഗ്രികളൊക്കെ ലോകത്ത് അംഗീകരിക്കപ്പെട്ട ഡിഗ്രികളായി മാറി. ഇപ്പം ജാമിയത്തുൽ ഹിന്ദ് നൽകുന്ന ഹാദി ബിരുദം കൊണ്ട് മാത്രം ഇന്ത്യയിലെ ഏറ്റവും വലിയ സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ ഒന്നാണ് മൗലാന ആസാദ് നാഷണൽ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്ന ഹൈദരാബാദിൽ. അതിൻ്റെ ക്യാമ്പസുകളിൽ 33 കോഴ്സ് ചെയ്യാൻ പറ്റും. LLB അടക്കമുള്ള 33 കോഴ്സ്. ഒരു കുട്ടി SLC എഴുതിയിട്ടില്ല, +2 എഴുതിയിട്ടില്ല, ഡിഗ്രി എഴുതിയിട്ടില്ല, അവൻ്റെ കയ്യിൽ ആകപ്പാടുള്ളത് ഈ ഹാദി സർട്ടിഫിക്കറ്റാണ്. എങ്കിൽ ആ ഹാദി സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ച് തന്നെ ഈ 33 കോഴ്സ് ചെയ്യാൻ പറ്റും. ഇനി വിദേശത്താണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് യൂണിവേഴ്സിറ്റികൾ തല്ലുക. കാരണം നിങ്ങളൊക്കെ ഗൾഫിലൊക്കെ പോയവരാണല്ലോ പലരും. അവിടെ പോയി നോക്കിയാൽ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന യൂണിവേഴ്സിറ്റി പോയി നോക്കിയാൽ അവിടെ മതം പഠിപ്പിക്കുന്നില്ല. മതം പഠിപ്പിക്കുന്ന ഒരു കോളേജിൽ പോയി നോക്കിയാലും ഒരു വാക്ക് ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നില്ല. ജാമിയത്തുൽ അസ്ഹർ, ഈജിപ്തിൽ അൽ അസ്ഹർ യൂണിവേഴ്സിറ്റിയിൽ പോയിട്ട് നിങ്ങളൊരു വാക്ക് ഇംഗ്ലീഷ് പറഞ്ഞു നോക്കി, നിങ്ങൾ അവിടുത്തെ ഏറ്റവും സൂപ്പർ സ്റ്റാർ ആവും. കാരണം അവിടെ ഉള്ളവർക്ക് ഒരു വാക്കും ഇംഗ്ലീഷ് അറിയില്ല. അതാണ് ലോകത്തെ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയുടെ അവസ്ഥ. അപ്പം ഇത് രണ്ടും, സയൻസും കൊമേഴ്സും മാത്സും അതോടൊപ്പം ദീനും പഠിക്കുന്ന ഒരു സമൂഹം കേരളത്തിലെ ഉലമാവിൻ്റെ നേതൃത്വത്തിൽ വളർന്നു വരുന്നു എന്ന് ആഗോള ഇസ്ലാമിക് യൂണിവേഴ്സിറ്റികളൊക്കെ അറിയുമ്പോൾ അവർ നമ്മൾക്കിങ്ങനെ റിക്വസ്റ്റ് വരികയാണ്, നിങ്ങൾ കുറച്ച് റിസർച്ചിന് കുറച്ച് കുട്ടികളെ പറഞ്ഞേക്കണം. ഇനി അവർക്ക്